നമ്മൾ ചിന്തിച്ചാൽ നമ്മളിടയ്ക്ക് പറഞ്ഞു ശുദ്ധഭക്തിയുണ്ട്, മലിനഭക്തിയുണ്ട്, ആശ്രിക ഭക്തിയുണ്ട് എന്ന് പറഞ്ഞു. ഇതുപോലെ തന്നെ ഭക്തിക്ക് 9 പടികളുണ്ട്. നമ്മളിലെ ഭക്തി പൂർണ്ണമാകണമെങ്കിൽ 9 പടികളിലൂടെ 9 തലങ്ങളിലൂടെ നമ്മളെല്ലാവരും കടന്നു പോകണം. ആ 9 തലങ്ങൾ ഏതാണെന്ന് നമ്മൾ ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളൊക്കെ ഭക്തന്മാരാണല്ലോ. നമുക്ക് ആഗ്രഹമുള്ള പോയി ഭഗവാനെ തൊഴുതാൽ മാത്രം അതല്ല ഭക്തി. അത് കാര്യം സാധിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രകടനമാണ്. നേരെ മറിച്ച് നമുക്ക് ജീവിതത്തിൽ എന്നും ശാന്തി ഉണ്ടാവാൻ, നല്ലത് വരുവാൻ, ഐശ്വര്യങ്ങൾ വന്നു ചേരുവാൻ, അതിനു വേണ്ടിയിട്ടുള്ള ഭക്തിയിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ 9 പടികളിലൂടെ കടക്കണം. ഏതൊക്കെ 9 പടികൾ എന്ന് ചോദിച്ചാൽ, ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. അതിൽ 1ാമത്തെ പടി ശ്രവണമാണ്. നമുക്കില്ലാത്തതും അതാണ്. അത് മനസ്സിലായില്ലേ? നമുക്കിന്ന് കുറവുള്ളത് അതാണ്. എന്താ ശ്രവണം? കേൾക്കുക. ഭക്തി ഭഗവാനോടുള്ള ഇഷ്ടമല്ലേ? ആണോ അല്ലയോ? അതോ നമുക്ക് കിട്ടേണ്ട നേട്ടങ്ങളോടുള്ള ഇഷ്ടമാണോ? യഥാർത്ഥത്തിലെ ഭക്തി എന്താ? ആരോടുള്ള ഇഷ്ടമായിരിക്കണം? ഭഗവാനോടുള്ള ഇഷ്ടമായിരിക്കണം. അപ്പൊ ഭഗവാനോടുള്ള ഇഷ്ടമാണെങ്കിൽ, ആ ശരിയായ ഭക്തിയിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ, ആ ഭഗവാനെ കുറിച്ച് കേൾക്കാനുള്ള മനസ്സുണ്ടാവണം. ആദ്യം ശരിയായ കേൾവിയിൽ നിന്ന് മാത്രമേ ശരിയായ അറിവ് കിട്ടൂ. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ആദ്യത്തെ പടി ഭാഗവത്തിൽ മാത്രമല്ല, ദേവി ഭാഗവത്തിലും ശിവപുരാണത്തിലും ഒക്കെ ഈ ഒരു സമ്പ്രദായം പറയുന്നുണ്ട് വ്യാസൻ. അതിനൊരു പേര് വിട്ടിട്ടുണ്ട്, നവതാഭക്തി. നവത എന്ന് വെച്ചാൽ 9. മനസ്സിലായില്ലേ? 9 തലങ്ങളുള്ള, അല്ലെങ്കിൽ 9 ദളങ്ങളുള്ള, അല്ലെങ്കിൽ 9 പടികളുള്ള. ഇതിൽ ആദ്യത്തേത് വേണ്ട യോഗ്യത, ഒരു ഭക്തന് ആദ്യം ഉണ്ടാകേണ്ട യോഗ്യത ഈശ്വരനെ കുറിച്ച് കേൾക്കാനുള്ള മനസ്സ് വേണം. ശരിയല്ലേ? ഞങ്ങളെ ഈ നാട്ടിൽ 100 കണക്കിന് ഭക്തന്മാരുണ്ടെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. പക്ഷേ ഭഗവാനെ കുറിച്ച് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഈ യജ്ഞശാലയിലേക്ക് വരുന്ന എത്ര പേരുണ്ട്? സ്വന്തം കാര്യം നേടാൻ വഴിപാട് നടത്തുന്നതും അന്നദാനത്തിന് മാത്രം വന്നു പോകുന്നവരുടെ എണ്ണമല്ലേ കൂടുതൽ? മനസ്സിലായില്ലേ? ചിലരെല്ലാ ദിവസവും സപ്താഹത്തിന് പോകും. എപ്പോഴാണെന്നറിയാമോ? 12:30 മണിയാവുമ്പോൾ, 1:30 മണിയാവുമ്പോൾ തിരിച്ചും പോകും. ചോദിച്ചപ്പോഴേ സപ്താഹമല്ലേ, ഭഗവാന്റെ പ്രസാദം കഴിച്ചാൽ പുണ്യം കിട്ടും. ഒന്നുമില്ല, വയറു നിറയത്ത് മാത്രമേ ഉള്ളൂ. പിന്നെ പറ്റുമെങ്കിൽ അതിന്റെ കുറ്റവും കുറവും കൂടി കണ്ടുപിടിക്കും. ചിലതിന് ഉപ്പ് കൂടി, ചിലതിന് എരി കുറഞ്ഞു. മനസ്സിലാവുന്നുണ്ടോ? ഇതൊന്നും ഈശ്വരചിന്തയുടെ ഭാഗമല്ല. വയറ്റിപ്പിഴപ്പല്ല ഈശ്വരചിന്ത. അങ്ങനെ ഈശ്വരചിന്തയിൽ വന്ന് ഭാഗവതം കേൾക്കാനിരിക്കുന്ന നല്ല മനസ്സുള്ള വ്യക്തികൾക്ക് വീട്ടിലെ എല്ലാ ജോലിയും ചെയ്തിട്ട് വന്നിരുന്ന് കേൾക്കാൻ പറ്റത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? രാവിലെ മുതൽ തുടങ്ങുന്ന സമയത്ത് രാവിലെ മുതൽ വന്നിരുന്ന് കേൾക്കുന്നവർക്ക് വീട്ടിലെ ഭക്ഷണ കാര്യങ്ങളും മറ്റൊന്നും തയ്യാറാക്കാനുള്ള സമയം കിട്ടത്തില്ല. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് അന്നദാനം യഥാർത്ഥത്തിൽ. അല്ലാതെ ഉച്ചയ്ക്ക് കുംഭ വീർപ്പിക്കാൻ വരുന്നവർക്ക് വേണ്ടിയിട്ടല്ല. അത് യഥാർത്ഥത്തിൽ ഭഗവാനോടുള്ള നിന്ദയാണ്. ആർക്കെങ്കിലും വിഷമം തോന്നിയാൽ ഇത് കുഴപ്പമൊന്നുമില്ല. ഇത് നമ്മളിപ്പോ വീട്ടിലെ എല്ലാ ജോലിയും ഒതുക്കി, മനസ്സിലായില്ലേ? പറ്റുമെങ്കിൽ ഉച്ചയ്ക്ക് മുമ്പ് കിടന്നൊക്കെ ഉറങ്ങി ഒന്ന് വിശ്രമിച്ച് അത് കഴിഞ്ഞിട്ട് നമ്മൾ സപ്താഹത്തിന് പോകും. ചില അമ്പലക്കാർ പറയും, കഴിഞ്ഞ വർഷത്തെ സപ്താഹം ഭയങ്കര ഗംഭീരമായിരുന്നു. എന്താ? ആദ്യത്തെ ദിവസം 5 ചാക്ക് അരി വെച്ചു, 2ാമത്തെ ദിവസം 6 ചാക്ക് വെച്ചിട്ട് തികഞ്ഞില്ല. പക്ഷെ യജ്ഞശാലയിൽ വരുന്നവർക്ക് ആകെ 10 കിലോ അരി മതി. അപ്പൊ ഭഗവാനെ തേടുന്നവരാ ഭക്തൻ. മനസ്സിലായില്ലേ? പിന്നെ 2ാമതൊരു ദോഷമുണ്ട് യജ്ഞത്തിന്. എന്താ? നാടൊട്ടുക്ക് മൈക്ക് വെച്ചിട്ടുള്ളതുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ ഇരുന്ന് കേൾക്കും. വെറുതെയാണ്, ഒരു കാപട്യമാണ്. ചിലർക്ക് ശാരീരിക അവശത കൊണ്ട് വരാൻ പറ്റാത്ത അപൂർവം ചിലര്, ഒട്ടും നടക്കാൻ പറ്റാത്ത ഒരു വീട്ടിൽ നിന്ന് ശ്രദ്ധിക്കുന്നവരുണ്ട്.
അവർ ഈ അന്നദാനത്തിന് തെള്ളാനും വരില്ല. അവർ വീട്ടിൽ നിന്ന് കേൾക്കുന്നവർ തന്നെയാണ്. അവരെ ഞാൻ കുറ്റം പറയില്ല. നടന്നു വന്ന് ഭഗവാന്റെ മുമ്പിൽ വന്നിരിക്കാൻ മനസ്സില്ലാത്ത ഒരാൾക്ക് എങ്ങനെ ഐശ്വര്യം ഉണ്ടാവുന്നത്? ഇങ്ങനെ ഒരു മഹായജ്ഞം ഭഗവാന്റെ ഭാഗവതം നടക്കപ്പെടുമ്പോ സർവ ഈശ്വരന്മാരുടെയും സർവദേവന്മാരുടെയും ഋഷീശ്വരന്മാരുടെയും അതുപോലെ തന്നെ നമ്മുടെയൊക്കെ പൂർവികന്മാരുടെ സാന്നിധ്യം ഉണ്ടാവൂടെ? നമ്മൾ ഭാഗവതം കേൾക്കുന്നതിലൂടെ നമ്മുടെ പൂർവികന്മാർക്കുൾപ്പെടെയാണ് മോക്ഷം കിട്ടുന്നത്. ഇവിടെ കേൾക്കാൻ വരാത്ത ഒരാളിന്റെ പൂർവികൻ എങ്ങനെയാണ് മോക്ഷം കിട്ടുന്നത്? അലഞ്ഞു തിരിഞ്ഞ് അവിടെ ആത്മാക്കളൊക്കെ ഇവിടെ വന്നിങ്ങനെ നിൽക്കും. എൻ്റെ മോനും കൊച്ചുമക്കളും എൻ്റെ ഭാര്യയൊക്കെ ഇത് കേട്ട് അവരിലൂടെ എനിക്ക് ആ പുണ്യം കിട്ടട്ടെ എന്ന് പറഞ്ഞായിരിക്കും അവർ വന്ന് നിൽക്കുന്നത്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിൽക്കുന്ന അവര് വെറുതെ മൂക്കത്ത് വെള്ളം വെച്ച് തിരിച്ചു പോവാം. എന്താ കാരണം? നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരാൾക്ക് വന്നിരുന്ന് കേൾക്കാനുള്ള മനസ്സില്ലല്ലോ. ഭഗവാന്റെ യജ്ഞം സമ്പത്ത് കൊണ്ട് മൂടുന്നത് ഭക്തജനങ്ങൾ വർദ്ധിക്കുമ്പോഴാണ്. യഥാർത്ഥത്തിൽ യജ്ഞത്തിന്റെ സമ്പത്ത് എന്ന് പറയുന്നത് ഭക്തജനങ്ങളാണ്. ഭഗവാനെ സ്വീകരിക്കാൻ മനസ്സുണ്ടെങ്കിലേ, മനസ്സിലാവുന്നുണ്ടോ? ഭഗവാനെ സ്വീകരിക്കാനുള്ള മനസ്സുണ്ടാവണം. ആ മനസ്സാണ് സമ്പത്ത്. നല്ല മനസ്സെന്ന് പറയുന്നതാണ് ഭഗവാനെ സ്വീകരിക്കാനുള്ള മനസ്സാണ്. നമ്മളിന്ന് 4-ാമത്തെ ദിവസമാണ്. ശരിയല്ലേ? ഇതൊക്കെ ചിലപ്പോൾ പറയുന്ന നാട്ടുകാരൊക്കെ കേൾക്കുന്നുണ്ടാവും. കുഴപ്പമില്ല, ഉള്ള കാര്യങ്ങൾ കേൾക്കേണ്ടത് കേൾക്കണം. നേരെ മറിച്ച് ഇവിടെ ഭഗവാന്റെ കഥകളല്ല, പകരം മിമിക്സ് പരേഡോ ഗാനമേളയായിരുന്നെങ്കിലോ വീട്ടിലെ മക്കളെ കൊച്ചുമക്കളെ ഒക്കെ എടുത്തോണ്ട് അല്ലേ രാത്രി 12 മണിക്ക് വേണമെങ്കിലും വന്ന് കസേര പോലും വേണ്ട തറയൊന്ന് കുത്തിയിരുന്നു. ഇവിടെ ഇത്രയും സൗകര്യം ചെയ്തു കൊടുത്ത് വെയിൽ കൊള്ളണ്ട, മഞ്ഞ് കൊള്ളണ്ട, മഴ കൊള്ളണ്ട, ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ കൊടുത്തു. ഇവിടെ ഒരുപാട് പേര് വരാത്തത് കൊണ്ടല്ല ഇത് പറയുന്നത്. ഈ ചില സത്യങ്ങൾ ആരെങ്കിലുമൊക്കെ പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ ചെയ്യുന്നതാണ് ശരി എന്നൊരു ധാരണയുണ്ടാവും. നമ്മുടെയൊക്കെ കുടുംബങ്ങളിലെ കുഞ്ഞുങ്ങൾ എന്തുകൊണ്ടാണ് വഴിവരച്ചു പോകുന്നത്? ശരിയായ നിലയിൽ അവരെ വളർത്തേണ്ടത് രീതിയിൽ വളർത്തുന്നില്ല, വളർത്താൻ ശ്രമിക്കുന്നില്ല. സപ്താഹയജ്ഞത്തിന് വരുമ്പോൾ വീട്ടിലെ കൊച്ചുങ്ങളോട് അമ്മമാര് പറയും 12:30 വരണേടാ. അവൻ അതുവരെ വീട്ടിൽ ഇരുന്ന് TV കണ്ടുകൊണ്ടിരിക്കും, മൊബൈല് കളിച്ചുകൊണ്ടിരിക്കും. അതിന്റെ ആശയം മനസ്സിലായി കാണും. അതേ സമയത്ത് ഒരു ഗാനമേളയ്ക്ക് പോകണമെങ്കിൽ അമ്മയ്ക്ക് രാത്രി ഒറ്റയ്ക്ക് പോകാൻ പറ്റത്തില്ലല്ലോ. വീട്ടിൽ നിന്ന് മക്കളെ വരെ കൈ പിടിച്ചോണ്ട് വരും. പാടാ ഉറങ്ങണം, വേണ്ട കുഴപ്പമില്ല, എന്തൊക്കെയാണ് കപ്പലണ്ടി മേടിച്ചു തരാം, ഐസ് മേടിച്ചു തരാം, വലിച്ചോണ്ട് വരും. എന്താ എന്തൊക്കെയാണോ കേൾക്കാൻ കൊള്ളാത്തത്, എന്തൊക്കെ കേട്ടാലാണോ നമ്മൾ നശിക്കുന്നത്, അച്ഛനും അമ്മയും മക്കളും കൂടെ ഇരുന്ന് ഒരുമിച്ചിരുന്ന് കേൾക്കാൻ കൊള്ളാത്ത സർവ്വ വൃത്തികേടുകളും, മദ്യവെച്ച് ഡാൻസ് കളിച്ച് കൂത്താടുന്ന ആഭാസങ്ങൾ, ക്ഷേത്രാന്തരീക്ഷത്തിൽ നടത്താൻ പാടില്ലാത്ത പേക്കോലങ്ങൾ നടത്തുന്നത് കാണുന്നിടത്ത് നമ്മുടെ തിരക്ക് കൂടുതലാണ്. ഇതൊക്കെ ഒന്ന് തിരുത്താൻ ഇവിടെ ഇരിക്കുന്നവരെയല്ല ഞാൻ ഈ പറയുന്നത്, ഇവിടെ വരാത്തവരെയാണ്. തുറന്നു പറയാലോ, ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്കാർക്കും വിഷമമൊന്നുമല്ല. ഇവിടെ കുറച്ചൊരു വന്നിരിക്കുന്നെങ്കിലും ഉണ്ടല്ലോ. ഇതാണ് യഥാർത്ഥത്തിലെ അവരുടെ സർവപാപങ്ങളെന്ന് പറയുന്നത്. ഭഗവാന്റെ മുമ്പിൽ വന്ന് ഭഗവാന്റെ മുമ്പിൽ ഒന്ന് ഇരുന്ന് തൊഴുതാനോ ഒന്ന് കൈകൂപ്പാനോ ആ ഭഗവാന്റെ തത്വങ്ങളൊന്ന് കേൾക്കാനോ നമസ്കരിക്കാനോ മനസ്സില്ലാത്ത അഹങ്കാരം, അത് എന്തിൻ്റെ പേരിലാണെങ്കിൽ അത് സൂക്ഷിക്കുന്നത് നല്ല മനസ്സുകളല്ല. നമ്മളിങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളും കൂടി നമ്മളൊന്ന് തിരിച്ചറിയും. ഭഗവാനിൽ നിന്ന് അകന്നു പോകാനല്ല നമ്മൾ ഭഗവാനിലേക്ക് അടുത്ത്